ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാനൊരു വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ് എന്ന്. ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉള്ള ആളാണ്. അറ്റാച്ച്ഡ് ആയിരിക്കെ തന്നെ ഒരു സമദൂര സിദ്ധാന്തം പോലെ ആളുകളിൽ നിന്നും ഒരു ഇക്യു ഡിസ്റ്റൻസ് പാലിക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കും അതുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ബന്ധങ്ങളിലേക്കും എത്തിക്കാനും മനുഷ്യന് പാടാണ്. കാരണം ഞാൻ ലാലേട്ടനെ ഏറ്റവും വിഷമിച്ച് കണ്ടിട്ടുള്ളത്, ലാലേട്ടനെ എപ്പോഴും ആ ഒരു പ്രസാദമുള്ള ചിരി മാഞ്ഞ് കണ്ടിട്ടുള്ളത് അമ്മയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അന്ന് ഒരു വളരെ തളർന്ന ലാലേട്ടനെ ഞാൻ കണ്ടതാണ്. എൻ്റെ ചോദ്യം, ഈ ഒരു ഡിറ്റാച്ച്മെൻ്റാണ് ഞാൻ ഇത്രയും ഡിറ്റാച്ച്ഡ് ആണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുന്നത് വളരെ അറ്റാച്ച്ഡ് ആയി പോയാൽ അവർക്കുണ്ടാവുന്ന വേദനകൾ സ്വയം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും ആയിരിക്കാം. കാര്യം നമ്മൾ പിന്നെ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അല്ലേ ശ്രദ്ധ കൊടുക്കുക. അല്ലെങ്കിൽ അനൂപ് പറഞ്ഞത് ലാൽ അങ്ങനെ പറയാറുണ്ട് ഡിറ്റാച്ച്ഡ് ആണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ലാൽ അങ്ങനെ ഡിറ്റാച്ച്ഡ് ആണോ? എന്തുകൊണ്ടാണ് അത്? അദ്ദേഹം പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം അല്ലെങ്കിൽ മകളുടെ കാര്യം, മകളെ സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എപ്പോഴും അവരെപ്പറ്റി തന്നെ ആലോചിച്ചിട്ട് അവരിൽ നിന്നൊരു മോശമായ പ്രതികരണം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും അല്ലേ. ഇതിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു സങ്കല്പം കാണില്ലേ ഒരു പിതാവെന്ന നിലയിൽ മകനെക്കുറിച്ചും മകളെക്കുറിച്ചൊക്കെ? സാർ അതൊക്കെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാകട്ടെ, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, ഇന്നത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് അന്ന് എനിക്ക് അത് അറിയില്ലായിരുന്നു. ഞാൻ പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ നിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ, എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ അല്ലേ. ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് അത് തന്നെയാണ് പറയുന്നത്. നീ ഫിനിഷ് യുവർ ഡിഗ്രി, അത് കഴിഞ്ഞ് നിനക്ക് എന്താണ് ഇഷ്ടം നീ അത് ചെയ്യൂ, നിൻ്റെ മാർഗ്ഗം നീ തിരഞ്ഞെടുക്കും. മകൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ, അച്ഛാ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമെന്നുള്ളത്? തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഒരുപാട് പേര് വന്ന് മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ ഈ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഏറ്റവും നല്ല കാര്യമാണ്, അതാണ് അയാൾക്കിഷ്ടം, എങ്കിൽ അയാളത് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പറയണമല്ല നിനക്ക് ആക്ടർ ആവണം അങ്ങനെ ചുമ്മാ ഞാൻ വിചാരിച്ചാലോ അയാൾ വിചാരിച്ചാലോ ഒരു ആക്ടറൊന്നും ആവാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടറാകാം, അത് പഠിച്ച് പാസ്സായി ഡോക്ടറായപ്പോഴല്ലോ അതിൽ ഏറ്റവും നല്ല ഡോക്ടറാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാലൊന്നും മകനെക്കുറിച്ച് ഞാൻ എന്തിനാണ് വേവലാതി, ഞാൻ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? അല്ല എന്നാലും എൻ്റെ മകൻ അല്ല, ഞാൻ ചോദിക്കല്ല ലാൽ, അതായത് എൻ്റെ മകൻ ഒരു ആക്ടർ ആകട്ടെ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അത് എൻ്റെ ഇഷ്ടമല്ലല്ലോ, അവരുടെ ഇഷ്ടത്തിനെയാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ചിലപ്പോൾ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കും. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് അല്ലേ. ബ്രിട്ടാസിന് സ്വന്തമായിട്ടൊരു ഒന്നാമത് ആ ഒരു ഏജിൽ അവർക്ക് നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ, എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയല്ല, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവരുടെ സ്നേഹമില്ല എന്നല്ല, പക്ഷേ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷേ അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ മകനായാലും മകളായാലും ഭാര്യ ആയാലും എൻ്റെ സുഹൃത്തായാലും മകള് ഇപ്പോൾ കുറച്ചുകൂടെ തടിച്ചിരിക്കണം, ഇതൊക്കെ വളരെ പഴയതാണ്, കുറച്ചുകൂടെ മെലിഞ്ഞിരിക്കുന്നത്.